അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ എത്രമേൽ ചാട്ടവാർ അടി കിട്ടിയ മഹാന. ആ അടി കിട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് പട്ടാളക്കാര് മഹാനവറുകളെ പിടികൂടാൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ നിർബന്ധം കൊണ്ട് ഒരു ഗുഹയിൽ ഒരു ഒളിത്താവളത്തിൽ താമസിക്കണം. 3 ദിവസം കഴിഞ്ഞപ്പോ മഹാനവറുകൾ പുറത്തേക്ക് വന്നു. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ചരിത്രം. ശിഷ്യന്മാര് ചോദിച്ചു, ഇപ്പം വരെ പട്ടാളക്കാർ ഇവിടെ വന്നിട്ടേ ഉള്ളൂ, എന്തിനാണ് ഉസ്താദെ പുറത്തേക്ക് വന്നത്? ഉസ്താദ് ഇപ്പോൾ വന്നാൽ അവർ പിടിക്കും, ഉസ്താദ് ഉള്ളിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞപ്പോ മഹാൻ പറഞ്ഞ എന്താ, 3 ദിവസമായില്ലേ മുത്തുനബി തങ്ങൾ സൗർ ഗുഹയിൽ 3 ദിവസമല്ലേ നിന്നിട്ടുള്ളൂ, കൂടുതൽ നിൽക്കുമ്പോ അതപകേടാവും പേടിയായിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്, എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. അവർ തങ്ങളെ പഠിച്ചത് കൊണ്ട് അവരുടെ ലോകം മാറുകയാണ്, അവരുടെ ഇഷ്ക് വർദ്ധിക്കുകയാണ്. ആ പിടികൂടലിലാണ് മഹാനവറുകൾക്ക് ആയിരക്കണക്കിന് ചാട്ടവാർ അടി കിട്ടിയത്. ഓരോ ദിവസവും 10 ഏറ്റവും ചുരുങ്ങിയത് അടി കിട്ടും അത്ര. ഈ അടിച്ചയാള് പിന്നീട് നന്നായിട്ട് പറയുന്നുണ്ട്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ അടിക്കുന്നതിന് പകരം ഒരു ആനയെങ്ങാനുമാണ് ഞാൻ അടിച്ചതെങ്കിൽ ലമാത്ത ആന ചത്തുപോയിട്ടു. ഞാൻ അത്രയും ഊക്കിലടിക്കുക, ചങ്ങലക്കിട്ടിട്ടാണ് അടി. ആ അടിക്കണ സമയത്ത് ചിലപ്പോ മഹാനവറുകൾ അടിയുടെ ഊക്കിൽ ഛർദിച്ചു പോകും, അടി കെട്ടിയിട്ട്. ശിഷ്യന്മാര് വന്നിട്ട് ചോദിക്കും, വെള്ളം എടുക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, 2 അടിയും കൂടി ഇനി ബാക്കിയുള്ളൂ, 8 എണ്ണം കിട്ടി. എന്നാലും വെള്ളം വേണ്ട, എന്താ വെള്ളം എടുത്താൽ സുന്നത്തോം വിട്ട മോനെ. ഇങ്ങനെയാണ് അവരുടെ ജീവിതം. നോക്കൂ, അവർക്ക് റസൂലുള്ളാഹി തങ്ങളെ അറിയാം.